നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളല്ലേ അത്? ഇവള് ഗൗതമിന്റെ റൂമിൽ കയറുമെന്ന് പറഞ്ഞിട്ട് കേറിയില്ലല്ലോ. ചിലപ്പോ പേടിച്ച് നിൽക്കാവും. സാറിന് അവളോട് കട്ട കലിപ്പാന്ന് അവക്കറിയാം. അവള് ചെയ്ത ദ്രോഹങ്ങള് വസുന്ധരാന്റെ പുറത്താലും ചെയ്തതിനെ കുറിച്ച് അവൾക്ക് നല്ല ഓർമ്മ കാണുമല്ലോ. ആ ശോ, ഇവളകത്ത് കയറിയില്ലെങ്കിൽ നമുക്ക് ഗൗതമിന്റെ കലിപ്പ് ഷോ കാണാൻ പറ്റില്ലല്ലോ. അമ്മ വെയിറ്റ് ചെയ്യേ. കുറച്ച് നാണം കെട്ടാലും ശിവാനി ഒന്ന് ശ്രമിച്ചു നോക്കും. ഞാൻ നാളെ രാവിലെ തന്നെ ഓഫീസിൽ ചെന്ന് ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് വരാം. ശരി. പിന്നെ നമ്മൾ സംസാരിച്ച കാര്യം മറ്റാരും അറിയണ്ട, നിധി പോലും. എന്തോ സീരിയസ് ഇഷ്യൂ ആണല്ലോ ഏട്ടാ. നീ ചെല്ല്, എല്ലാം ഞാൻ പിന്നെ പറയാം. ആ ശരി. ആ നീയോ എന്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എടാ നിക്ക് നിക്ക്, ഗൗതം ശിവാനിയെ ചീത്ത വിളിക്കുന്നത് നമുക്ക് മറഞ്ഞു നിന്ന് കാണാം. കഷ്ടമുണ്ട് അമ്മേ. ശിവാനി നന്നാവാനും നിങ്ങൾ സമ്മതിക്കില്ലേ? പിന്നെ നന്നായി. എത്ര തല്ല് കിട്ടിയാലും തരം കിട്ടിയ മൂർഖൻ ചീറ്റും. അതുപോലെ അവള്. ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ എന്റെ റൂമിൽ കയറിയെന്ന്? ഞാൻ ഈ സൂപ്പ് തരാൻ. സൂപ്പ് കോപ്പം നീ ഇതുവരെ തന്നൊക്കെ ധാരാളം. നിന്നെ പോലെ വൃത്തിയിട്ട ഒരു പെണ്ണിനെ ഈ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവൻ ചതിക്കാൻ നോക്കിയോളാ നീ. ഗൗതമന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഒഴിഞ്ഞു തന്നത്. എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഈ കള്ളക്കഥ വിശ്വസിക്കാൻ ഈശ്വരമംഗലത്തുള്ള ഒരു നഴ്സറി കുട്ടികളല്ല. എനിക്കറിയാം, എന്റെ മനസ്സിന്റെ നന്മ ആരും കാണില്ല. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരാൾക്ക് എന്റെ വേദനകൾ മനസ്സിലായി. നമ്മുടെ അമ്മയ്ക്ക്. നമ്മുടെ അമ്മയോ? അതാരാ അങ്ങനെ ഒരാള്? വസുന്ധരാന്റിയെ ഉദ്ദേശിച്ചത്. ഗൗതമിന്റെ അമ്മ എന്റെ അമ്മയല്ലേ? ഇനിയും നീ ഇവിടെ നിന്നാ വയ്യാത്ത കാലുവെച്ച ചവിട്ടി പുറത്താക്കാൻ ഞാൻ. എന്നോട് എന്തിനാ ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത്? വസുന്ധരാന്റി പറഞ്ഞിട്ട് ഗൗതമിന്റെ ആരോഗ്യം ശരിയാക്കാൻ വന്നതാ ഞാൻ. നിന്നോട് ഇറങ്ങി പോരാ പറഞ്ഞു. എന്റെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കാം. ഗൗതമിന്റെ കാല് പിടിച്ച് ഞാൻ. എന്റെ കാലത്തോടെ നിന്റെ കൈ ഞാൻ പെട്ടും. ഓ ഇറങ്ങിപ്പോ. ഗൗതം എനിക്ക് മാപ്പ് തരുന്നൊരു നാള് വരും. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. നിന്നെ ആരെ ഇങ്ങോട്ട് കടത്തിവിട്ടെ? നിധി, നിധി, പോകാൻ വരട്ടെ. അവിടെ നിക്ക്. നിധി, ആരെയും വിളിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്നാ പോ. ഗൗതം, അതിനു മുൻപ് ഈ സൂപ്പ് കുടിക്കാൻ സന്മനസ് കാണിക്കണം. ഗൗതമിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ ചീര സൂപ്പ്. നീ ഒന്ന് പോയേ. നിന്റെ കൈ കൊണ്ടുണ്ടാക്കി ഒന്നും ഞാൻ കഴിക്കില്ല. കടക്ക് പുറത്ത് പോ. ഗെറ്റ് ഔട്ട്. ഒരു ചൂപ്പ്. നിനക്കിപ്പോ തൃപ്തിയായല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഗൗതം സാറിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ വസുന്ധരാന്റി അല്ല. ആണെന്നുള്ളത് അവരുടെ തോന്നല് മാത്രമാണ്. അഗ്നിസാക്ഷിയായി ആ മനുഷ്യൻ എന്റെ കഴുത്തിൽ താല് കെട്ടിയ നിമിഷം മുതൽ സാറിന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥ ഞാനാണ്. മിസ്സസ് നിധി ഗൗതം. നിന്റെ ഈ പവറിൽ എനിക്ക് സന്തോഷമുള്ളൂ നിധി. ഗൗതമനെ നിന്നെ തമ്മിൽ അകറ്റാൻ ഇനി ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഗൗതമനെ ശുശ്രൂഷിക്കാൻ നിനക്ക് നല്ല ആരോഗ്യം വേണം. ഈ ചീരസൂപ്പ് നീ കുടിക്കണം. നിന്റെ ചീരസൂപ്പ് ഇവിടെ ആർക്കും വേണ്ട. നീ തന്നെ കുടിച്ചോ. ഇപ്പോഴത്തെ ഈ ക്ഷീണം മാറാനേ ബെസ്റ്റ്.